ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മളൊരു വീഡിയോ ക്ലാസ്സിലായിട്ട് നമ്മൾ AMVAക്ക് വന്നിട്ടുള്ള മെക്കാനിക്കൽ പാർട്ടിലെ 4 സെക്ഷനിലെ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് മെക്കാനിക്കലിൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്തൊരു മെയിനായിട്ട് ഭാഗം എന്ന് പറയുന്നത് നമ്മളെ തെർമൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലേ. തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പറയാറുള്ളത് തെർമോഡൈനാമിക്സിലെ ലോസും കാര്യങ്ങളും. അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള അടുത്ത ഒരു 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ AMV എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ എനർജി ഓഫ് ദി ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവേസ് എ കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഗിവൺ ബൈ the energy of a isolated system is always a constant. ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ എനർജി എന്താണ് ഫുൾ ടൈം എല്ലാ സമയത്തും ഇത് കോൺസ്റ്റന്റ് ആണ്. ഇത് ഏത് ഇതിൽ നിന്നാണ് പറയുന്നത്, ഏത് ലോനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെറത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, മൂന്നാമത്തെ ഓപ്ഷൻ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദെൻ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിൽ ഏതാണ് നമുക്ക് വരുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് പറയുന്നത്, അതായത് ടോട്ടൽ അതിനുള്ളിൽ ഉണ്ടാകുന്ന എനർജി അല്ലേ എന്താണ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത്. കാരണം ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയുന്നുണ്ടായിരിക്കും അല്ലേ. നോ മാസ് ആൻഡ് നോ എനർജി ട്രാൻസ്ഫർ അല്ലേ. ആ സിസ്റ്റത്തിൽ നിന്നും പുറത്തോട്ടോ അല്ലെങ്കിൽ അകത്തോട്ടോ എന്തില്ല, മാസ് ട്രാൻസ്ഫർ നടക്കുന്നില്ല, എനർജി ട്രാൻസ്ഫർ നടക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്താണ്, ക്ലോസ്ഡ് സിസ്റ്റം എന്താണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം തന്നെ സെറത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം, പഠിച്ചിരിക്കണം. അത് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് which take place in a certain order and restore the initial conditions at the end is known as. ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ആ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എ സെർട്ടൈൻ ഓർഡർ ആൻഡ് റീസ്റ്റോർ ഇറ്റ്സ് ഇനീഷ്യൽ കണ്ടീഷൻ അല്ലേ. ഒരു ഓപ്പറേഷൻ ഇങ്ങോട്ട് നടന്നു അല്ലേ, ഒരു പ്രോസസ്സ് ഇങ്ങോട്ട് നടന്നു, വീണ്ടും ഒരു പ്രോസസ്സ് ഇങ്ങോട്ട് നടന്നു, പക്ഷേ പ്രോസസ് അല്ലാതെ എന്താ പറഞ്ഞാൽ റീസ്റ്റോർ ഇറ്റ്സ് ഇനീഷ്യൽ കണ്ടീഷൻ അറ്റ് ദി എൻഡ്. ഏറ്റവും അവസാനം അത് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനിൽ തന്നെയാണ് അത് എൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്നത് റിവേഴ്സിബിൾ സൈക്കിൾ, ഇറിവേഴ്സിബിൾ സൈക്കിൾ, തെർമോഡൈനാമിക് സൈക്കിൾ, അതേപോലെ തന്നെ നൺ ഓഫ് ദി അബോവ്. എന്ന് പറയുന്നത് എന്താണ്, നോർമലി നമ്മൾ പറയുന്നത് സൈക്കിളാണ് അല്ലേ. തെർമോഡൈനാമിക് സൈക്കിളാണ് എന്ത് വരിക, ഓപ്ഷൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. റിവേഴ്സിബിൾ സൈക്കിളും ഇറിവേഴ്സിബിൾ സൈക്കിളും അറിയാലോ, അത് ഈ തെർമോഡൈനാമിക് സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. റിവേഴ്സിബിൾ സൈക്കിൾ എന്താണ്, ഇറിവേഴ്സിബിൾ സൈക്കിൾ എന്താണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് കംപ്രസിങ് എയർ ഈസ് ടു കംപ്രസ് ഇറ്റ്. അതായത് ഒരു എയറിനെ കംപ്രസ് ചെയ്യാനുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? അഡിയബാറ്റിക്കലി ആണോ, ഐസെൻട്രോപ്പിക്കലി ആണോ, ഐസോതെർമലി ആണോ, ഐസോകോറിക്കലി ആണോ? എയറിനെ കംപ്രസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ്, മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ് ഏതാണ്? എയർ കംപ്രസ് ചെയ്യുന്നത് ഐസോതെർമലി. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 1 degree Celsius is equal to 273.15 Kelvin, 274.15 Kelvin, 283.15 Kelvin, 263.15 Kelvin. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻസർ പെട്ടെന്ന് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, 1 degree Celsius ഈക്വൽ ടു 273.15 Kelvin നടിക്കും. തെറ്റി. ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 274.1 കെൽവിനാണ് വരിക അല്ലേ, 15 കെൽവിനാണ് വരിക. എന്തുകൊണ്ടാ ഓപ്ഷൻ ബി വന്നത്? എങ്ങനെ എന്തായാലും മാറ്റേണ്ടായിരുന്നു. നമ്മൾ 1 degree Celsius ആണ് ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് 0 degree Celsius അല്ല ചോദിച്ചിട്ടുള്ളത്, മാറരുത് കേട്ടോ. 0 degree Celsius ആണ് 273.15 എന്ന് പറയുന്നത് അല്ലേ, 273.5. അപ്പം നമ്മൾ 273 നമുക്കറിയാം, നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ സമയത്ത് ഏതൊരു വാല്യൂ കിട്ടിയാലും അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, 273 കൂട്ടും. അപ്പോൾ 1 ആണ്. 1 ചോദിച്ചു കഴിഞ്ഞാൽ 273 കൂടെ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടണം. നമുക്ക് കൂട്ടിയിട്ട് ഓപ്ഷൻ ബി 274.15 കെൽവിൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം, നമുക്ക് തെറ്റുന്നത് കുറേ ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് കംപ്ലീറ്റ്സ് വിത്ത് ദ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ്? താഴെ പറയുന്നവർ ഏത് ഉപകരണമാണ്
തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലേയിലെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമുക്കറിയാം ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാച്ച് ആവുന്നത് എന്നുള്ളത്. ഓപ്ഷൻ എ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, സ്റ്റീം പവർ പ്ലാന്റ്, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഏതാണ് വരിക? ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി ആണ്, ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെയല്ലേ. അത് ഈ ആദ്യം 2 സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് അറിയണം. ആ 2 സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും. ദെൻ നെക്സ്റ്റ് വണ്, കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ്. ഒരു കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 2 കോൺസ്റ്റന്റ് വോളിയം, 2 ഐസെൻട്രോപിക് പ്രോസസ്, 2 ഐസോതെർമൽ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്, 2 കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്, 1 കോൺസ്റ്റന്റ് വോളിയം, 1 കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്. നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു 4 സൈക്കിളിനെങ്കിലും, അതായത് കാർനോട്ട് സൈക്കിള്, ഓട്ടോ സൈക്കിള്, അതേപോലെ തന്നെ ഡീസൽ സൈക്കിള്, ജൂൾ സൈക്കിൾ, അല്ലേ? നമ്മൾ കുറേ സൈക്കിൾസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കിൾസിൻ്റെയൊക്കെ പ്രോസസ്സുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് സിമ്പിളായില്ല ചോദിച്ചു, ആദ്യം തന്നെ ചോദിച്ചു കാർനോട്ട് സൈക്കിളിലുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, അല്ലേ? 2 ഐസോതെർമൽ ആൻഡ് 2 ഐസെൻട്രോപിക്, 2 ഐസോതെർമൽ ആൻഡ് 2 ഐസെൻട്രോപിക്, അല്ലേ? ഓട്ടോ സൈക്കിൾ ആവാൻ പറയാമല്ലോ. അതാണ്. ഇനിയിപ്പോൾ ഇതിൽ കോൺസ്റ്റന്റ് വോളിയം എന്നുള്ള രീതിയിൽ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഐസോകോറിക് എന്ന് വേണമെങ്കിൽ അങ്ങനെയും വരാറുണ്ട്, അല്ലേ? കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഐസോകോറിക്, കോൺസ്റ്റന്റ് പ്രഷർ വരുമ്പോൾ ഐസോബാറിക്. അപ്പോൾ എന്താണോ ഓപ്ഷനിൽ ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 7ാമത്തെ ക്വസ്റ്റ്യന്, ദ റേഷ്യോ ഓഫ് ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഓഫ് ആൻ IC എഞ്ചിൻ ഈസ് കാൾഡ്. മെക്കാനിക്കൽ എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി, വോളിയോമെട്രിക് എഫിഷ്യൻസി, റിലേറ്റീവ് എഫിഷ്യൻസി. ദ റേഷ്യോ ഓഫ് BP/IP, മെക്കാനിക്കൽ ബ്രേക്ക് പവർ ടു ഇൻഡിക്കേറ്റഡ് പവർ ഏതാ വരിക? മെക്കാനിക്കൽ എഫിഷ്യൻസി, അല്ലേ? മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് BP/IP പറയുന്നത്, അല്ലേ? അതിന് എഫിഷ്യൻസി ഇൻറ്റു 100 നമ്മൾ നോർമലി കൊടുക്കാറുണ്ട്, ഇൻറ്റു 100% പറയുന്ന സമയത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താണ്, തെർമൽ എഫിഷ്യൻസി എന്താണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, മോയിസ് ടെസ്റ്റ് ഇൻ ദ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ ഈസ് യൂസ്ഡ് ടു. മോയിസ് ടെസ്റ്റ് ഇൻ ദ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ മോയിസ് ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ആണെങ്കിൽ നമുക്കറിയാം, അല്ലേ? ടു ഡിറ്റർമൈൻ ദ വോളിയോമെട്രിക് എഫിഷ്യൻസി, ടു ഡിറ്റർമൈൻ ദി ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, ടു ഡിറ്റർമൈൻ ദി ഇൻഡിക്കേറ്റഡ് പവർ ആൻഡ് ബ്രേക്ക് പവർ. ഏതാണ് ഒരു മോയിസ് ടെസ്റ്റ്? ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഒരു മോയിസ് ടെസ്റ്റ് നടത്തുന്നത് അതാണ്. ഓരോ സിലിണ്ടറിൽ ഇൻഡിവിജ്വലി ഓരോ സിലിണ്ടറിൽ ഉണ്ടാക്കുന്ന ഇൻഡിക്കേറ്റഡ് പവർ, അല്ലേ? ഇൻഡിക്കേറ്റഡ് പവർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യോ ഇൻക്രീസ് ചെയ്യോ റിമെയിൻസ് കോൺസ്റ്റന്റ് നൺ ഓഫ് ദീസ്. ഏത് വരിക? ഡിക്രീസസ്, അല്ലേ? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദി കോപ്പർ ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് ചെയ്യും? ഡിക്രീസ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ഈസ് മെയിൻലി ട്രാൻസ്ഫേർഡ് ഫ്രം ആൻ ഇൻസുലേറ്റഡ് പൈപ്പ് ടു ദി സറൗണ്ടിങ് സ്റ്റിൽ എയർ. ഓപ്ഷൻ എ കണ്ടക്ഷൻ, ഓപ്ഷൻ ബി റേഡിയേഷൻ, ഓപ്ഷൻ സി ഫോഴ്സ്ഡ് കൺവെക്ഷൻ, ഓപ്ഷൻ ഡി നാച്ചുറൽ കൺവെക്ഷൻ. ഏതാണ് വരിക? വിച്ച് ഓഫ് ദി ഫോളോയിങ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ഈസ് മെയിൻലി ട്രാൻസ്ഫേർഡ് ഫ്രം ആൻ ഇൻസുലേറ്റഡ് പൈപ്പ് ടു സറൗണ്ടിങ് എയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? നാച്ചുറൽ കൺവെക്ഷൻ, അല്ലേ? നാച്ചുറൽ കൺവെക്ഷൻ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തെർമോഡൈനാമിക്സ് ലോസിനെ കുറിച്ചുണ്ട്, സിസ്റ്റത്തെ കുറിച്ചുണ്ട്, കണ്ടക്ഷൻ മെത്തേഡ് ഓഫ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നുണ്ട്, അല്ലേ? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഇത് ഒരു സെക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സോ AMVയുടെ പുതിയ ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്തത് തെർമോഡൈനാമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള തെർമൽ എന്നുള്ള ഭാഗത്ത് നിന്ന് മെക്കാനിക്കലിൻ്റെ പാർട്ടിലെ സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.